എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ പറഞ്ഞ ഇന്ന് നമ്മുടെ കർക്കിടക സീരീസിലെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സ്നാനം അഥവാ കുളിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ കുളിക്കുന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇപ്പം എന്താ ഒരു ഡോക്ടർ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊക്കെ ഈ കുളിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ സമയത്ത് കുളിക്കാം, ആർക്കൊക്കെ കുളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തണുപ്പും സാധാരണ വെള്ളം ഉപയോഗിക്കില്ലേ കുളിക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ എന്താ ഇമ്പോർട്ടൻസ് ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പം നമുക്ക് ആദ്യം നോക്കാം എന്താണ് കുളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഓരോരുത്തരും കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ തോന്നുക, നിങ്ങൾക്ക് ഇത് തന്നെയാണ് നമ്മുടെ സംഹിതയിലും പറഞ്ഞിട്ടുള്ളത് അല്ലെ? സ്നാനം ദീപന വൃക്ഷമായുഷം സ്നാനം ഊർജാ ബലപ്രദം കണ്ടുമല ശ്രമസ്വേദ തന്ത്ര ദൃഢദാഹ പാപഞ്ചിത് എന്നുള്ളതാണ് റെഫറൻസ്. നോക്കൂ, സ്നാനം ദീപനാണ്, അതായത് അഗ്നിദീപ്തി അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശപ്പൊക്കെ വന്ന പോലെ തോന്നും അല്ലേ? അപ്പോൾ അതാണ് അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത്. വൃഷ്യമായുഷം, വൃക്ഷം എന്ന് വെച്ചാൽ ആഫ്രോഡീസിയാക്കാണ്. അപ്പോൾ നമുക്ക് നല്ല സെക്ഷൽ പവറൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആയുഷ്യമാണ് അല്ലെ, ലോഞ്ചിവിറ്റി, നമുക്ക് ദീർഘായുസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഊർജാ ബലപ്രദം, നമുക്ക് നല്ലൊരു ഊർജവും ബലവും ഒക്കെ തരും. തീർച്ചയായിട്ടും അറിയാമല്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സാഹവും ഉന്മേഷവും ആ ദിവസം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും അല്ലേ? അപ്പോൾ അതാണ് ഊർജാ ബലപ്രദം. ഇനി കണ്ടുമല ശ്രമസ്വേദ തന്ത്ര ദൃഢദാഹ പാപഞ്ചിത്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, പിന്നെ നാറ്റം അല്ലേ, സ്വേദം, വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, എന്തെങ്കിലും ചെളികൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. അങ്ങനെ ശരീരം മുഴുവൻ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും അല്ലേ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ മാത്രമല്ല ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് പറയണത് പാപ്മജിത്ത് എന്നാണ്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയട്ടെ, നമ്മളൊരു മരണ വീട്ടിൽ പോയി ഇരിക്കട്ടെ, അവിടുത്തെ നമുക്കറിയാലോ അവിടെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം എന്താ, എല്ലാവരുടെയും വിഷമം, സങ്കടം, അങ്ങനത്തെ ഒക്കെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ പണ്ടുള്ളവർ എന്താ ചെയ്യുക, പുറത്തുനിന്ന് കുളിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുക അല്ലേ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവർ ചിലപ്പോൾ ഡ്രസ്സ് അടക്കം വെളിയിൽ ഊരി വെച്ച് പുറത്ത് കുളിച്ചിട്ടായിരിക്കും ഉള്ളിലേക്ക് വരിക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് ഒരു ഇൽ ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോ നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ ഒക്കെ പറ്റിയിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു കുളി നമ്മളെ സഹായിക്കും, നമ്മളെ ശുദ്ധിയാക്കി വെക്കാൻ സഹായിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ശരീരം ശുദ്ധിയായും വൃത്തിയായും ഭംഗിയായും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ചന്ദന ലേപങ്ങൾ കൊണ്ടൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ അത്രയും നല്ല രീതിയിൽ ആക്കി വെക്കണം എന്നാണ് നമ്മുടെ സംഹിതയിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ശ്രദ്ധയൊക്കെ ഉണ്ടാവട്ടെ. എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുളിച്ചിട്ട് ഒരു ദിവസത്തിൽ അങ്ങനെ ചെയ്യാതെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നേരത്തെ ഉള്ള സീരീസിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തെക്കുറിച്ചൊരു ജ്ഞാനമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുളിച്ചിട്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നല്ല വണ്ടർഫുൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഊർജ്ജസ്വലമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിലൊരു ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.